ഒരു കോടീശ്വരൻ ഒരിക്കൽ ഡോക്ടർ മർഫിയോട് പറഞ്ഞു, എനിക്ക് സമ്പന്നനാകാൻ യാതൊരു പദ്ധതിയും ഇല്ലായിരുന്നു. അത് അപ്രതീക്ഷിതമായിരുന്നു. 6 മാസങ്ങൾക്കിടയിൽ എല്ലാ രാത്രിയിലും ഉറങ്ങാൻ പോകുമ്പോൾ അവൻ 2 വാക്കുകൾ ആവർത്തിച്ചിരുന്നു. അവൻ ലക്ഷ്യം വെച്ചത് സമ്പത്ത് ആയിരുന്നില്ല, ഉറക്കം കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ അത്ഭുതം സംഭവിച്ചു. അവൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ വളർന്നു, ബിസിനസ്സുകൾ വർദ്ധിച്ചു, ജീവിതം തന്നെ മാറി. ഡോക്ടർ ജോസഫ് മർഫി ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പഠിച്ചു. അദ്ദേഹം കണ്ടെത്തിയത് അത്രയും ശക്തമായിരുന്നു. അത് ശാസ്ത്രലോകം തന്നെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ മനുഷ്യൻ്റെ അസാധാരണമായ സാധ്യതകളെ പുനർനിർവചിച്ചു. നിങ്ങൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, ചിലർ എളുപ്പത്തിൽ സമ്പത്ത് ആകർഷിക്കുമ്പോൾ മറ്റു ചിലർ ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടെന്ന്? അത് ഭാഗ്യമല്ല, ബന്ധങ്ങളല്ല, ബുദ്ധി പോലുമല്ല, അത് പ്രോഗ്രാമിംഗ് ആണ്. നിന്റെ മസ്തിഷ്കത്തിൽ 7 വയസ്സിന് മുൻപ് സ്ഥാപിച്ച മനസ്സിൻ്റെ പ്രോഗ്രാമിംഗ്. ജനനം മുതൽ 7 വയസ്സുവരെ നിന്റെ മസ്തിഷ്കം തീറ്റ വേവ്സ് നിലയിലാണ്. അതുതന്നെയാണ് ഹിപ്നോട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന അവബോധ മനസ്സിലേക്ക് നേരിട്ട് പ്രവേശിക്കൽ. അന്ന് കേട്ട ഓരോ വാക്കും, പണം വൃക്ഷത്തിൽ വളരില്ല, അത് വാങ്ങാൻ നമുക്ക് കഴിയില്ല, സമ്പന്നർ സ്വാർത്ഥന്മാരാണ്, എല്ലാം സത്യമായി നിന്റെ അവബോധ മനസ്സിൽ അടിഞ്ഞുകൂടി. അങ്ങനെ നിന്റെ സാമ്പത്തിക ബ്ലൂ പ്രിൻ്റ് 7 വയസ്സിൽ തന്നെ ലോക്ക് ചെയ്തു. പക്ഷേ ഡോക്ടർ മർഫി കണ്ടെത്തിയത്, ഒരു സമയത്ത് നമ്മളുടെ മനസ്സ് കുട്ടിക്കാലത്തെ പോലെ തന്നെ അവബോധ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അത് ഉറങ്ങാൻ പോകുന്ന നിമിഷമാണ്. ജാഗ്രതയും ഉറക്കവും തമ്മിലുള്ള അതിർത്തി, ആ സമയത്ത് നിന്റെ ചിന്താശേഷി ഓഫായിരിക്കും, നിന്റെ അവബോധം തുറന്നു കിടക്കുന്നു. അതുതന്നെയാണ് പുതിയ പ്രോഗ്രാമുകൾ സ്വീകരിക്കാനുള്ള ഏറ്റവും ശക്തമായ വാതിൽ. ഇപ്പോൾ ആ 2 വാക്കുകൾ പറയാം: വെൽത്ത്, സക്സസ്, സമ്പത്ത്, വിജയം. ഇത് കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാമെങ്കിലും ഇത് മനസ്സിലാക്കുക, അവബോധ മനസ്സ് ഭാഷയിൽ ചിന്തിക്കുന്നതല്ല, അത് ചിത്രങ്ങളിലും വികാരങ്ങളിലും ഊർജത്തിലും ചിന്തിക്കുന്നു. ആ വാക്കുകൾ ആവർത്തിക്കുമ്പോൾ അവബോധം അതിനോട് ബന്ധപ്പെട്ട എല്ലാ അനുഭവങ്ങളും ഉണർത്തുന്നു. ഉറക്കത്തിനു മുൻപുള്ള ആ അവസ്ഥയിൽ നിന്റെ മനസ്സ് പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും, അദൃശ്യമായ അവസരങ്ങൾ കാണാൻ തുടങ്ങും. ഒരു വിദ്യാർത്ഥി ഇത് ചെയ്തു. അവൾ ഒരു പാവപ്പെട്ട ആർട്ടിസ്റ്റായിരുന്നു. 3 മാസത്തിനുള്ളിൽ അവൾ ആർട്ട് സ്കൂൾ തുടങ്ങുകയും തൻ്റെ ജീവിതം മാറ്റുകയും ചെയ്തു. വാക്കുകൾ പണം സൃഷ്ടിച്ചില്ല, അവളുടെ മനസ്സ് അവസരങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ഇത് സമ്പന്നർ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന രഹസ്യമായ ടെക്നിക്കാണ്. അവർ അതിനെ മറ്റു പേരുകളിലാണ് വിളിച്ചിരുന്നത്: മാസ്റ്റർ മൈൻഡ് പ്രിൻസിപ്പിൾ, ലോ ഓഫ് അസംഷൻസ്, സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് എന്നിങ്ങനെ. ഡോക്ടർ മർഫി അത് എല്ലാവർക്കും ലഭ്യമാക്കി. ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഈ 2 വാക്കുകൾ മനസ്സിൽ ആവർത്തിക്കൂ: വെൽത്ത്, സക്സസ്. ഒന്നും ഫോഴ്സ്ഫുള്ളി ചിന്തിക്കേണ്ട. നിദ്രയിലേക്ക് മാഞ്ഞു പോകുമ്പോൾ ആ വാക്കുകൾ ഒഴുകട്ടെ. ഇത് 30 രാത്രികളിൽ തുടർച്ചയായി ചെയ്യുക. 3 ദിവസം മാത്രമായി ചെയ്ത് വിടരുത്. മനസ്സിൽ മാറ്റം വരുന്ന ആദ്യ ലക്ഷണം പണമല്ല, ചിന്തകളാണ്. നിങ്ങൾ വേറൊരു വ്യക്തിയായി ചിന്തിക്കാൻ തുടങ്ങും. ഇത് പരീക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ: ഐ ആം റെഡി ഫോർ വെൽത്ത്. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. സ്വപ്നങ്ങൾ സമ്പന്നമാകട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.